അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആദം അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള അനേകം വിശ്വാസങ്ങൾ മാനവകുലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ആണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായി തുടർന്ന് പറയുന്നു: ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് ട്രൂ ഡിവോഷൻ ടു അല്ലാഹ് ദേ റെമൺസ്ട്രേറ്റ്. അള്ളാഹുവിനോട് യഥാർത്ഥമായ ഭക്തി പ്രകടിപ്പിക്കുക, വിനയം കാണിക്കുക എന്നൊക്കെ പറയുന്നതിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. കാരണം അള്ളാഹുവിനെ ആരും കാണുന്നില്ല, കണ്ടിട്ടില്ല. എന്നിരിക്കെ അതിന് നിങ്ങൾ വിനയം കാണിക്കണം, അവനോട് ഭക്തിപൂർവം ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ശരിയല്ല എന്ന നിലയിലൊക്കെ അഭിപ്രായങ്ങൾ തട്ടിവിട്ട് ആക്ഷേപിക്കുന്നവരെ നമുക്ക് കാണാം. വി മസ്റ്റ് നോട്ട് ഇമാജിൻ, നമ്മൾ കരുതരുത്, നിശ്ചയമായും നമ്മൾ കരുതരുത്, ദാറ്റ് ദേ ഹാവ് ഷോൺ ദ ലീസ്റ്റ് ടിഞ്ച് ഓഫ് ജലസി. അവർ കാണിക്കുന്ന ഈ ഒരു ചെറിയ അസൂയ പോലും അവർക്ക് പ്രകടിപ്പിക്കുവാൻ പറ്റുകയില്ല. ആസ് ദേ ആർ വിത്തൗട്ട് ഇമോഷൻ. അവർക്ക് അല്ലാഹു തആല ഈ ഇമോഷൻ കൊടുത്തില്ല എങ്കിൽ. ഇമോഷൻ എന്ന് പറയുമ്പോൾ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള കഴിവ്. അത് സ്നേഹമാകാം, കോപമാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, ശാന്തതയാകാം. അങ്ങനെ മനുഷ്യനിൽ കടന്നു വരുന്ന ഈ വൈകാരിക വിക്ഷോഭങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നതും ഈ അസൂയ ഉണ്ടാകുന്നതും എല്ലാം ഈ ഇമോഷൻ അല്ലാഹു തആല നമുക്ക് മനുഷ്യർക്ക് നൽകിയതുകൊണ്ടാണ്. ഈ ഇമോഷനൊന്നും നമ്മുടെ മലക്കുകൾക്കില്ല. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രകടിപ്പിക്കാൻ വയ്ക്കുകയല്ല. എന്താണോ പറയുന്നത് ചെയ്യാനുള്ള ആ കഴിവ് മാത്രമാണുള്ളത്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ ഉള്ള വൈകാരിക വിക്ഷോഭങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ ക്രമവൃദ്ധമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കോപം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, സ്നേഹം എന്നിത്യാദി വിചാരവികാരങ്ങളൊക്കെ മനുഷ്യനിലുണ്ട്. അതിനെ വേണ്ട അളവിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി പുരോഗതി നേടുന്നതിന് വേണ്ടി അല്ലാഹു തആല അവൻ്റെ അത്ഭുത സൃഷ്ടിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് മനുഷ്യനിലൂടെ. അതുകൊണ്ടാണ് ബനി ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ കഴിവ് മറ്റ് സൃഷ്ടികൾക്ക് ഇല്ല. ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇത്
പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ലോകത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അത് സംബന്ധമായ ഖലീഫത്തുള്ള തുടർന്ന് പറയുന്നു, ആദം ഹു ലീവ്ഡ് അബൌട്ട് 6000 years ago. പരാമർശിതമായ ആദം അലൈഹിസ്സലാം, ഈ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആദം അലൈഹിസ്സലാം ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. ഈസ് പോപ്പുലർലി ബിലീവ്ഡ്, സാധാരണയായി ആളുകൾ വിശ്വസിക്കുന്നത്, ടു ബി ദ ഫസ്റ്റ് മാൻ ക്രിയേറ്റഡ് ബൈ ഗോഡ് അപ്പോൺ ദ എർത്ത്. ഭൂമുഖത്ത് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയാണ് എന്നാണ് സാധാരണയായി ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഭൂമിയിലെ ആദ്യത്തെ സൃഷ്ടി ആദമാണ്, തുടർന്ന് ഹൗവ, അങ്ങനെ പിന്നെ ആ സൃഷ്ടിയുടെ ഇത് വരികയാണ്. ഇത് ഏകദേശം 6000 വർഷം മുമ്പാണ് സംഭവിച്ചത്. ഇത് ഒരു പൊതുവിശ്വാസമാണ് ഭൂമുഖത്ത് നിലനിൽക്കുന്നത്. ദിസ് വ്യൂ, ഖലീഫത്തുള്ള തുടരുന്നു, ഈ വീക്ഷണം, ഹവവർ, കാര്യം എന്തൊക്കെ ആയാലും ശരി, ഈസ് നോട്ട് കൊറോബറേറ്റഡ് ബൈ ദ ഖുർആൻ. വിശുദ്ധ ഖുർആനുമായി ഇത് ഒത്തുചേർന്ന് പോകുന്നതല്ല ഈ വിശ്വാസം. The world has passed through different cycles of creation. സൃഷ്ടിപ്പിൻ്റെ വിവിധ ആവൃത്തികളിലൂടെ, യുഗങ്ങളിലൂടെ ഈ ലോകം കടന്നുപോയിട്ടുണ്ട്. The world has passed through different cycles of creation. സൃഷ്ടിപ്പിൻ്റെ വിവിധ യുഗങ്ങൾ, ഓരോ യുഗങ്ങളായിട്ട് മനുഷ്യൻ്റെ ചരിത്രവും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ പരിഷ്കാരങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയ, നശിപ്പിക്കപ്പെട്ട പുരാവസ്തുക്കളെ കണ്ടെടുത്ത് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ജനങ്ങൾ പണ്ട് ജീവിച്ചിരുന്നു എന്നൊക്കെ കണ്ടെത്താൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ലോകം, ദ വേൾഡ് ഹാസ് പാസ്ഡ് ത്രൂ ദ ഡിഫറെൻറ്റ് സൈക്കിൾസ് ഓഫ് ക്രിയേഷൻ ആൻഡ് സിവിലൈസേഷൻസ് ഹാവ് അപ്പിയർഡ് ആൻഡ് ഡിസപ്പിയർഡ്. അനേകം പരിഷ്കാരങ്ങൾ, മാനവ പരിഷ്കാരങ്ങൾ ലോകത്ത് പ്രത്യക്ഷമാകുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജനത ഭൂമുഖത്ത് വന്നു. അവർ വളരെയധികം ഉയർന്ന നിലവാരത്തിലേക്ക് ചിന്തിക്കുകയും ഭൗതിക വസ്തുക്കളെ ഉപയോഗപ്പെടുത്തി അവർ വളരെ ഉയരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള ജനതകളൊക്കെ നശിപ്പിക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തു പോയിട്ടുണ്ട്. ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ സിവിലൈസേഷൻസ്, പരിഷ്കാരങ്ങളെന്ന് നമുക്ക് പറയാം, കൾച്ചറെന്ന് പറയാൻ പറ്റില്ല. അനുദിനം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് മനുഷ്യൻ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ മുന്നോട്ട് കുതിക്കുകയാണ്. പക്ഷേ ഇതിന് ഒരന്ത്യമുണ്ട്, നശിപ്പിക്കപ്പെടുന്ന. അതിൻ്റെ കാരണം ഈ ഇമോഷൻസിനെ വേണ്ടതുപോലെ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങളുണ്ട്. അവരൊക്കെ ചേർന്ന് വലിയ അന്താരാഷ്ട്ര സമൂഹം തന്നെ സൃഷ്ടിച്ച് ഒരു വേദി ഉണ്ടാക്കി ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള സമന്വയങ്ങളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും അംഗീകരിക്കാതെ നിഷ്ഠൂരരായ മനുഷ്യ ഭരണകർത്താക്കൾ ഭൂമിയിൽ പണ്ട് കാലത്തുമുണ്ടായിരുന്നു, അതിക്കാലത്തുമുണ്ട്. അവരൊക്കെ അന്യായമായി മനുഷ്യരെ പീഡിപ്പിക്കുന്നവരായിരുന്നു. ഇത് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്, നമുക്ക് അറിഞ്ഞ് കിട്ടിയത്. ആ കിട്ടിയ കാലങ്ങളിലെല്ലാം നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെയുള്ള കൊടും ക്രൂരതകൾ, ലോകത്ത് നടന്ന 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, പിന്നെ രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, സിറിയ എന്ന് വേണ്ട, ലെബനോൻ, പലസ്തീൻ,
എല്ലായിടത്തും മനുഷ്യക്കുരുതിയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഇമോഷൻസിനെ അവർ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തത് കൊണ്ട്. ഇത് നമ്മൾ ലോകത്തിൻ്റെ ചിത്രം ആ നിലയിൽ നോക്കിക്കാണുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ അത് നമ്മൾ അങ്ങനെ നോക്കാറില്ല. എൻ്റെ ഇമോഷൻസ് വേണ്ട അളവിൽ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാത്തത് മൂലം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഇമോഷൻസിൻ്റെ തെറ്റായ ഉപയോഗം മൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ലോകത്ത് ഇതുപോലുള്ള വലിയ വലിയ പരിഷ്കാരങ്ങളും വളരെ വലിയ ആളുകളും ഒക്കെ വന്നിരുന്നു. അവരൊക്കെ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ നാമും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നേക്കുമായി ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ കോടാനുകോടി ജനങ്ങൾ വന്നു കഴിഞ്ഞു. അതിന് നമ്മൾ വെറും കേവലം 6000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആദം ആണ് ആദ്യ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ വിശ്വാസത്തിന് വിശുദ്ധ ഖുർആൻ യാതൊരു അംഗീകാരവും നൽകുന്നില്ല. അതർ ആദംസ് മേ ഹാവ് ഗോൺ ബിഫോർ അവർ ആദം. നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന ആദം അലൈഹിസ്സലാമിന് മുമ്പ് തീർച്ചയായിട്ടും ആദംമാർ കടന്നു പോയിട്ടുണ്ട്. അതർ ആദംസ് മേ ഹാവ് ഗോൺ ബിഫോർ അവർ ആദം. അപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ആദമിന് മുമ്പ് ആദമുമാർ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്. അതർ റേസസ് മേ ഹാവ് ലീവ്ഡ്. മറ്റ് മനുഷ്യവർഗങ്ങൾ ജീവിച്ചിരുന്നു. ആൻഡ് പെരിഷ്ഡ്, എന്നിട്ട് അവർ നശിക്കുകയോ ചെയ്തു. ആൻഡ് അതർ സൈക്കിൾസ് ഓഫ് സിവിലൈസേഷൻസ്, എന്നിട്ട് മറ്റ് പരിഷ്കാരങ്ങൾ വീണ്ടും കടന്നു വരുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങൾ വെറും കൽക്കൂമ്പാരങ്ങളാക്കി മാറ്റി. ഒന്നുകിൽ ബോംബ് വർഷത്തിലൂടെ, അല്ലെങ്കിൽ പ്രളയത്തിലൂടെ, അതല്ല എങ്കിൽ പേമാരിയിലൂടെ, കൊടുങ്കാറ്റുകളിലൂടെ, ഭൂകമ്പങ്ങളിലൂടെ ഒക്കെ നമ്മൾ പടുത്തുയർത്തിയ എല്ലാ രമ്യഹർമ്മങ്ങളും തകർക്കപ്പെട്ട് പോകുന്നു. ഒന്നുകിൽ മനുഷ്യകരങ്ങളാൽ അവരുടെ ഇമോഷൻസ് തെറ്റായ നിലയിൽ വിനിയോഗിക്കുന്നത് മൂലം. പ്രകൃതിയിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിപ്പിക്കുന്നതിനായിട്ട് അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ലോകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് മഴ രൂപത്തിലും കാറ്റ് രൂപത്തിലും ഭൂകമ്പ രൂപത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കൽപ്പന പുറപ്പെടുവിച്ചാൽ നടപ്പിലാക്കാനുള്ള വലിയ വലിയ സന്നാഹവുമായിട്ട് അള്ളാഹു നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. പക്ഷേ ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്ന സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായി. ആൻഡ് മേ ഹാവ് അപ്പിയർഡ് ആൻഡ് ഡിസപ്പിയർഡ്. അവർ അതെല്ലാം പ്രത്യക്ഷമായി വീണ്ടും അപ്രത്യക്ഷമായി. ഇതുപോലെ നമ്മൾ ഈ ഭൂമുഖത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അറ്റ് പ്രസൻറ്റിൽ there is a saying of the holy prophet Muhammad sallallahu alaihi wasallam, മുഹമ്മദ് മുസ്തഫ sallallahu alaihi wasallam പറഞ്ഞ ഒരു വചനത്തിൽ ഇത് സംബന്ധമായി, to the effect that God had brought into being no less than 100,000 Adams. 100,000 ആദംമാരെക്കാൾ കൂടുതൽ ആദംമാരെ അല്ലാഹു തആല ഈ ഭൂമുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 100,000. അപ്പം 1,00,000. അതിൽ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എണ്ണമില്ല, കൃത്യമായി പറയാൻ പറ്റില്ല. ഈ ആദമിന് മുമ്പ് എത്രയോ ആദംമാരും അവർക്ക് നേതൃത്വം കൊടുത്ത ആദംമാരും അവരുടെ ജനതയും ഈ ഭൂമുഖത്ത് നിന്ന് പോയി കഴിഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ക്ലെയിംഡ് ദാറ്റ് ദ റേസ് വിച്ച് ലീവ്ഡ് ബിഫോർ ആദം വാസ് എൻറ്റയർലി സെപ്റ്റ് അവേ ബിഫോർ ഹി വാസ് ബോൺ. ആദം അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഭൂമുഖത്തുണ്ടായിരുന്ന മുൻകാലത്ത് വന്ന ആദന്മാരുടെ സന്താന പരമ്പരകളിൽ എല്ലാവരെയും ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്തിട്ട് പുതിയ ഒരു ആദമിനെ കൊണ്ടുവന്നതാണ് എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലെയിംഡ്, ഇത് വാദിച്ചിട്ടില്ല, ദാറ്റ് ദ റേസ് മനുഷ്യവർഗം വിച്ച് ലീവ്ഡ് ബിഫോർ ആദം അലൈഹിസ്സലാമിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യവർഗം വാസ് എൻറ്റയർലി സെപ്റ്റ് അവേ, അവരെ മൊത്തത്തിൽ
ഇവിടെ നിന്ന് ഉന്മൂലനാശം വരുത്തി ബിഫോർ ഹി വാസ് ബോൺ, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ്. അതിനുള്ള യാതൊരു തെളിവുമില്ല. അപ്പോൾ മുൻകാലങ്ങളിൽ ആദമുമാർ വന്നിരുന്നു, ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നു. അത് 100,000 ആദമുകളേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധമായിട്ടൊരു അധ്യാപനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആദം ഈ 6,000 വർഷങ്ങൾക്ക് അകത്തുള്ള ഒരു ആദമാണ്. അതിന് എത്രയോ വർഷങ്ങൾക്ക്, കോടാനുകോടി വർഷങ്ങൾ, എണ്ണമറ്റ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അപ്പോഴൊക്കെ മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ബോധനം നൽകുന്നതിന് അന്നത്തെ കാലഘട്ടത്തിൽ അതിനനുസൃതമായിട്ടുള്ള ആളുകളെ നിയോഗിച്ചിരുന്നു, അവർക്ക് ധർമ്മോപദേശം നൽകുന്നതിന് വേണ്ടി. അധർമ്മികളായി തീരുമ്പോൾ അവർ നശിപ്പിക്കപ്പെടുകയോ ഉന്മൂലനാശം, കുടുംബം പിന്നെ ഇല്ലാത്ത നിലയിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുകയോ ചെയ്തു പോയ ചരിത്രമാണ് മുൻകാലങ്ങളിൽ. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ഒരു ആദം വന്നു നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധിയാണ്. അള്ളാഹുവിൽ നിന്ന് വഴി കിട്ടുന്ന ആളിനാണ് ആദം എന്ന് പറയുന്നത്. ഈ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ധർമ്മോപദേശം നടത്തുന്നതിന് വേണ്ടി. ഈ ധർമ്മോപദേശം ലോകത്തിലെ ആരാ ചെവിക്കൊണ്ടിട്ടുള്ളത്? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാന കാര്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാകണം. അദ്ദേഹം കാണിച്ച സ്വഭാവ വൈശിഷ്ട്യങ്ങളായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് അതുപോലെ ആയിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവുമായ ജീവിത മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയും കൊണ്ടുവരികയും ഭൂമുഖത്തിന് സമ്മാനിക്കുകയും മാനവികതയെ ഒന്നായി കണ്ടുകൊണ്ട് സ്നേഹസാഗരത്തിൽ ആറാടിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു പ്രവാചകനെ മുഴു ലോകത്തിനും കാരുണ്യവാനായിട്ട് നിയോഗിച്ചു. ആ കാരുണ്യ പ്രവാചകൻ്റെ അനന്തരാവകാശികളാണ് നമ്മളെന്നാണ് അഭിമാനിക്കുന്നത്. എന്നിട്ട് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ്. ഈ അധ്യാപനമനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പ്, ഈ ആദമിന് മുമ്പ് എത്ര 100,000 ആദംസ്, 100,000 ആദമിനേക്കാൾ കൂടുതൽ ആദമാർ ലോകത്ത് വന്നിരുന്നു. അവരുടെ ജനതയും പോയി കഴിഞ്ഞു. ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആദമിൻ്റെ ഈ ലാസ്റ്റ് കണ്ണിയായിട്ട് വന്നിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ അധ്യാപനങ്ങളും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു ആളെ നിയോഗിക്കുന്നതാണ്. ആ നിയോഗിതൻ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളിയ ശിഷ്യന്മാരായി മാറാൻ കഴിയും. ലോകത്തിന് നമുക്ക് സ്വയം ശാന്തിയും സമാധാനവും ലഭ്യമാകുന്നതോടൊപ്പം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കും ശാന്തിയും സമാധാനവും, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാത്തവർക്കും നമുക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ കഴിയും. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു അക്രമവും അനീതിയും ഉണ്ടാകുകയില്ല. അത്തരത്തിലുള്ള മനുഷ്യത്വങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ജന്മ ഉദ്ദേശം. അല്ലാഹു തആല ആഗ്രഹിക്കുന്നതും നമ്മൾ അങ്ങനെ ആയിത്തീരുവാനാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ യഥാർത്ഥമായ ജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.